നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന മട്ടിൽ കേരളത്തിൽ നിന്നുള്ള 20 എംപിമാരുടെ ഗതികേട് ഓർത്ത പൊട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. സത്യത്തിൽ നരേന്ദ്രമോദിയുടെ അജണ്ടയാണ് കേരളത്തിൽ നടപ്പാകാൻ പോകുന്നത്. പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ ഭൂമി വഖഫാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് മോദി തടയിട്ടത്. ഇതിനെയാണ് 20 എംപിമാർ ചേർന്ന് പാരവെച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ക്രൈസ്തവ സംഘടനകളെല്ലാം മോദിക്ക് പിന്നിൽ അണിനിരക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. 1995 വഖഫ് ബില്ലും 2024 ഓഗസ്റ്റിൽ അവതരിപ്പിച്ച ഇന്ന് ലോക്സഭയിൽ പാസാക്കാൻ ഒരുങ്ങുന്ന പുതിയ ബില്ലും തമ്മിൽ വ്യത്യാസങ്ങൾ ധാരാളമുണ്ട്. വഖഫ് മാനേജ്മെന്റിൽ മെച്ചപ്പെട്ട ഭരണം, സുതാര്യത, സ്വീകാര്യത എന്നിവ ലക്ഷ്യമിട്ടുന്നതാണ് പുതിയ വഖഫ് ബില്ല്. 1995 വഖഫ് നിയമം എന്ന പഴയ നിയമത്തെ 1995 ഏകീകൃത വഖഫ് മാനേജ്മെന്റ്, ശാക്തീകരണം, കാര്യക്ഷമത, വികസന നിയമം എന്ന പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. വഖഫ് രൂപീകരണം സംബന്ധിച്ച പഴയ നിയമത്തിൽ പ്രഖ്യാപനം, ഉപയോക്താവ് അല്ലെങ്കിൽ ഈ എൻഡോവൺമെന്റ്, അതായത് വഖഫ്, അലാൽ ഔലത്ത് എന്നിവ പ്രകാരം അനുവദിച്ചത് ആയിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ഉപഭോക്താവിന് വഖഫ് നീക്കം ചെയ്യാം. പ്രഖ്യാപനമല്ലെങ്കിൽ ഈ എൻഡോവൻമെന്റ് ആയി മാത്രമേ വഖഫ് അനുവദിക്കുകയുള്ളൂ. ദാതാക്കൾ 5 വർഷത്തിലധികമായി മുസ്ലിം ആയിരിക്കണം. സ്ത്രീകളുടെ അനന്തരാവകാശം നിഷേധിക്കാൻ കഴിയില്ല എന്നീ വ്യവസ്ഥകളുമുണ്ട്. സർക്കാർ വസ്തുവകകൾ വഖഫ് ആകുന്നത് സംബന്ധിച്ച് പഴയ നിയമത്തിൽ യാതൊരുവിധ വ്യവസ്ഥകളും ഇല്ല. എന്നാൽ ഭേദഗതി വ്യവസ്ഥകൾ പ്രകാരം വഖഫായി കണക്കാക്കിയിരുന്ന സർക്കാർ സ്വത്തുക്കൾ വഖഫായി തന്നെ തുടരുക ഇല്ല. തർക്കങ്ങൾ പരിഹരിക്കുന്നത് കളക്ടറാണ്. അദ്ദേഹം സംസ്ഥാനത്തിന് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ വരെയുള്ള കണക്ക് പ്രകാരം 5924 സർക്കാർ വസ്തുവകകളാണ് വഖഫ് ആണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനി ഇല്ലാതെയാകും. വഖഫ് നിർണയിക്കാനുള്ള അധികാരം പഴയ നിയമപ്രകാരം വഖഫ് ബോർഡിന് തന്നെയാണ്. എന്നാൽ പുതിയ നിയമപ്രകാരം ആ വ്യവസ്ഥകൾ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. മുനമ്പത്തെ ഭൂമി വഖഫ് ആണ് എന്ന് പ്രഖ്യാപിച്ചത് വഖഫ് ബോർഡാണ്. പുതിയ ഭേദഗതി പാസ്സാവുന്നതോടുകൂടി അത്തരം അധികാരങ്ങൾ വഖഫ് ബോർഡുകൾക്ക് ഇല്ലാതെയാകും. വഖഫ് ആണ് എന്ന് പ്രഖ്യാപിക്കാൻ അധികാരം നൽകുന്ന സെക്ഷൻ 40 ആണ് പുതിയ ബില്ലിൽ നീക്കം ചെയ്തിരിക്കുന്നത്. അതായത് വഖഫ് ബോർഡിന്റെ പ്രവർത്തനം നാമം മാത്രമാകും എന്ന് സാരം. വഖഫ് സർവേ നടത്തുന്നത് സർവേ കമ്മീഷണർമാരും അഡീഷണൽ കമ്മീഷണർമാരും ചേർന്നാണ്. എന്നാൽ പുതിയ നിയമത്തിൽ സംസ്ഥാനത്തെ റവന്യൂ നിയമപ്രകാരം ജില്ലാ കളക്ടർമാരെയാണ് ഇതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര വഖഫ് കൌൺസിലിലെ 2 വനിതാ അംഗങ്ങളെ അടക്കം എല്ലാ അംഗങ്ങളും മുസ്ലിം ആവണമെന്നാണ് പഴയ നിയമത്തിൽ ഉള്ളത്. എന്നാൽ പുതിയ നിയമത്തിൽ കേന്ദ്ര വഖഫ് കൌൺസിലിൽ എംപിമാർ, മുൻ ജഡ്ജിമാർ, പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവർ എന്ന ഈ വിഭാഗത്തിൽ നിന്ന് 2 അംഗങ്ങളെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇവർ മുസ്ലിം ആവണമെന്ന നിർബന്ധവുമില്ല. എന്നാൽ മുസ്ലിം സംഘടനയുടെ പ്രതിനിധി, ഇസ്ലാമിക നിയമ പണ്ഡിതൻ, വഖഫ് ബോർഡുകളുടെ ചെയർപേഴ്സൺമാർ എന്നിവർ മുസ്ലിം ആവണമെന്ന നിർബന്ധമുണ്ട്. മുസ്ലിം അംഗങ്ങളിൽ 2 മുസ്ലിം വനിതകളും നിർബന്ധമാണ്. ആകെ 22 പേർ കൌൺസിലിൽ ഉണ്ടാകും. സംസ്ഥാന വഖഫ് കൌൺസിലിലേക്ക് പഴയ നിയമത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 2 മുസ്ലിം എംപിമാർ, MLA മാർ, ബാർ കൌൺസിൽ അംഗങ്ങൾ, 2 വനിതകൾ എന്നിവരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങൾ 2 പേർ മുസ്ലിം ഇതര വിഭാഗക്കാർ, ഷിയ, സുന്നി, പിന്നാക്ക മുസ്ലിം, അതുപോലെ തന്നെ ബോറ, അഗഗാനി മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഓരോരുത്തർ എന്നിവർ വേണം. കുറഞ്ഞത് 2 മുസ്ലിം വനിതകളും അടക്കം 11 പേരാണ് വേണ്ടത്. ട്രിബ്യൂണൽ രൂപീകരണം. പഴയ നിയമത്തിൽ ജഡ്ജിന്റെ നേതൃത്വത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും മുസ്ലിം നിയമ വിദഗ്ധനും ഉൾപ്പെടെ ട്രിബ്യൂണൽ വേണമെന്നാണ് വ്യവസ്ഥ. പുതിയ നിയമ ഭേദഗതി പ്രകാരം മുസ്ലിം നിയമ വിദഗ്ധനെ ഒഴിവാക്കിയിട്ടുണ്ട്. ജില്ലാ ജഡ്ജി ചെയർമാനും സംസ്ഥാന സർക്കാരിലെ ജോയിന്റ് സെക്രട്ടറി തല ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതാവാം ട്രിബ്യൂണൽ. ട്രിബ്യൂണലിന്റെ ഉത്തരവിന്മേൽ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ഹൈക്കോടതി ഇടപെടാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. പഴയ വ്യവസ്ഥകളിൽ പുതിയ നിയമത്തിൽ 90 ദിവസത്തിനകം ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കും. മുൻ നിയമത്തിൽ വഖഫ് അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കായിരിക്കും എങ്കിൽ പുതിയ നിയമത്തിൽ വഖഫ് രജിസ്ട്രേഷന് അടക്കം വ്യവസ്ഥകൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. വഖഫ് അക്കൗണ്ടുകളുടെ ഓഡിറ്റ് CAGയോ അതുപോലെ തന്നെ CAG ചുമതലപ്പെടുത്തിയ ഓഫീസറോ നിർവഹിക്കണം. വിവിധ മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക വഖഫ് എന്ന വ്യവസ്ഥ അനുസരിച്ച് നേരത്തെ ഷിയയ്ക്ക്, സുന്നിക്കും ബോർഡുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ ഭേദഗതി പാസ്സാവുന്നതോടുകൂടി ബോറ, ആഗഗാനി വഖഫ് ബോർഡുകളും
നിലവിൽ വരും. വഖഫ് സ്ഥാപനങ്ങൾ ബോർഡിൽ നൽകേണ്ട വാർഷിക സംഭാവന 7% നിന്ന് 5% കുറയ്ക്കും. പ്രതിവർഷം 1 ലക്ഷത്തിലധികം വരുമാനമുള്ള എല്ലാ വഖഫ് സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഓഡിറ്റിംഗ് നിർബന്ധമാക്കി. വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭേദഗതി ബില്ലിലെ വ്യവസ്ഥയിൽ വിശദീകരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്തെത്തി. ബോർഡിലെ മുസ്ലിം ഇതര അംഗങ്ങൾക്ക് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ യാതൊരുവിധ പങ്കും ഉണ്ടായിരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അമിത് ഷാ. ബില്ലിനെ കുറിച്ച് പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണ് എന്നും അമിത് ഷാ വിമർശിച്ചു. ഏതെങ്കിലും സമുദായത്തിന്റെ മതാചാരങ്ങളിൽ കൈകടത്തുന്നതല്ല നിർദ്ദിഷ്ട നിയമ നിർമ്മാണം. വഖഫ് വസ്തുവകകൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത ഉറപ്പുവരുത്താനും ക്രമക്കേടുകൾ തടയിടുവാനുമാണ് ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങളുടെ വോട്ട് ബാങ്കിനു വേണ്ടി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭയം നിറയ്ക്കാനാണ് പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുന്നത് എന്നും അമിത് ഷാ വിമർശിച്ചു. മതപരമായ കാര്യങ്ങളിൽ കൈകടത്തുക എന്നതല്ല വഖഫ് ബോർഡിലെ മുസ്ലിം ഇതര അംഗങ്ങളുടെ ചുമതല. ഭരണനിർവഹണം നിയമാനുസൃതമായതാണോ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. എന്ത് കാര്യത്തിനാണോ സംഭാവന ലഭിച്ചത് ആ തുക അതിനുവേണ്ടി തന്നെയാണ് ചെലവഴിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് അവരുടെ ഉത്തരവാദിത്വം എന്നും അമിത് ഷാ വ്യക്തമാക്കി. 2013 വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്താതെയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഭേദഗതി ബില്ലിന്റെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല എന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു. എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ 2014 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ 2013 വഖഫ് നിയമത്തിൽ പൊടുന്നനെ മാറ്റങ്ങൾ വരുത്തി. അതിന്റെ ഫലമായി ലൂട്ടിൻസ് ഡൽഹിയിലെ 123 VVIP വസ്തുക്കൾ കോൺഗ്രസ് സർക്കാർ വഖഫിന് കൈമാറി. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയായിരുന്നു അത്, അമിത് ഷാ വിമർശിച്ചു. വഖഫ് നിയമ ഭേദഗതി ബില്ല് നിയമമാകുന്ന പക്ഷം അതിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കില്ല എന്നും അമിത് ഷാ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെയുണ്ടെന്നത് തെറ്റായ പ്രചരണമാണെന്നും സഭയിൽ സംസാരിക്കുമ്പോൾ ഉത്തരവാദിത്തത്തോടുകൂടി സംസാരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നിയമവും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കൊണ്ടുവരരുത് എന്നാണ് BJPയുടെ മോദി സർക്കാരിന്റെയും നയം. നീതിക്ക് വേണ്ടിയാകണം നിയമം കൊണ്ടുവരേണ്ടതെന്നും അമിത് ഷാ വ്യക്തമാക്കി. വഖഫ് ഭേദഗതി നിയമം ക്രൈസ്തവ ആഗ്രഹിച്ചത് പ്രകാരം ഒന്നാണ്. നിയമം പാസ്സായാൽ മാത്രമേ അവർക്ക് അവരുടെ ഭൂമി സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. മുനമ്പം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ക്രൈസ്തവരുടെ ഭൂമി വഖഫ് എന്ന പേരിൽ മുസ്ലിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. തിരുച്ചെന്തൂരിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ ഒഴികെ മറ്റാരും വഖഫ് നിയമത്തെ എതിർക്കുന്നില്ല. അതായത് കേരളത്തിലെ MP-മാർ വഖഫ് ഭേദഗതി എതിർത്താൽ ആ മുസ്ലിങ്ങൾ അവർക്ക് എതിരായി മാറും. ഇതാണ് മോദി ആഗ്രഹിക്കുന്നത്. അതിനുള്ള വഴിയാണ് CPM-ഉം കോൺഗ്രസും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. വഖഫ് ഭൂമിയുടെ പേരിൽ മുനമ്പം ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ ആശങ്കാകുലരായിട്ട് കാലം ഏറെയായി. ഇന്നലെ വരെ തങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് പെട്ടെന്ന് വഖഫ് ഭൂമിയാണ് എന്ന ഗണത്തിൽ ഉൾപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾ ഇറങ്ങിപ്പോകേണ്ടി വരും. CPM-ന്റെ തന്ത്രത്തിലാണ് മുനമ്പത്തുകാർ വീണത്. മുനമ്പത്തിന് പിന്നാലെ ചാവക്കാട് വഖഫ് ഭൂമി കണ്ടെത്തിയതായി ബോർഡ് അവകാശവാദം ഉന്നയിച്ചു. മരുമകനെ ഭാവി മുഖ്യമന്ത്രിയാക്കാൻ വെമ്പൽ കൊള്ളുന്ന മുഖ്യമന്ത്രിയാണ് വഖഫ് വിഷയം ഇത്രത്തോളം ഗുരുതരമാക്കിയത്. 14 ഭേദഗതികളോടെ വഖഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം ലഭിച്ചു. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികളെല്ലാം വോട്ടിനിട്ട് തള്ളി. 44 ഭേദഗതികളാണ് ആകെ നിർദ്ദേശിച്ചത്. 10 MP-മാർ പ്രതിപക്ഷ ഭേദഗതികളെ പിന്തുണച്ചപ്പോൾ 16 പേർ എതിർത്തു. വോട്ടെടുപ്പിൽ പ്രതിപക്ഷ ഭേദഗതി നിർദ്ദേശങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല എന്നും ഇതേ തുടർന്ന് നിർദ്ദേശങ്ങൾ തള്ളിയതായും സമിതിക്ക് നേതൃത്വം നൽകുന്ന BJP അംഗം ജഗദംബിക പാൽ പറയുന്നു. വഖഫ് ബോർഡുകളുടെ ഭരണരീതിയിൽ നിരവധി മാറ്റങ്ങളാണ് വഖഫ് ഭേദഗതി ബില്ലിൽ കൊണ്ടുവന്നത്. ഭേദഗതി ബില്ല് പ്രകാരം അമുസ്ലിങ്ങളായ 2 പേരും വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് അതിലെ പ്രധാന മാറ്റം. എന്തായാലും സത്യത്തിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ ഈ സംഭവ വികാസങ്ങൾ നാടിനെ ഒന്നടങ്കം തന്നെ പിടിച്ചുകുലുക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും CPM സർക്കാരിന്റെയും മന്ത്രിമാരുടെയും പ്രത്യേക നിലപാടുകൾ കാരണം ഈ കേരളത്തിൽ CPM വഖഫ് നിയമ ഭേദഗതിക്കെതിരെയാണ് നീക്കം. വഖഫ് നിയമത്തെ എതിർക്കാതിരുന്നാൽ 2026 മുഹമ്മദ് റിയാസിന് മത്സരിക്കാൻ കഴിയില്ല. അതേസമയം കോൺഗ്രസും ഭേദഗതിയെ ഒളിഞ്ഞും തെളിഞ്ഞും എതിർക്കുന്നുണ്ട്. ഇപ്പോൾ VD സതീശനും എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന്റെ വിഷയം മുന്നണിയുടെ നെടുന്തൂണായ മുസ്ലിങ്ങളാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതിയെ തങ്ങൾ അനുകൂലിക്കുമെന്ന് ആദ്യം പ്രസ്താവന ഇറക്കിയ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് ഫ്രാൻസിസ് ജോർജ് MP ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് കാലുമാറിയത്. അത് ലീഗിനെ ഭയന്നുള്ള പിന്മാറ്റമായിരുന്നു. ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടിക്ക് തുടർന്നും ജയിക്കണമെങ്കിൽ അവർ മുനമ്പത്തെ ക്രൈസ്തവർക്കൊപ്പം നിൽക്കണം. എന്നാൽ അതിനുള്ള സ്വാതന്ത്ര്യം പോലും അവർക്ക് ലഭിക്കുന്നില്ല. മെത്രാൻമാർ പറഞ്ഞിട്ട് പോലും കേൾക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. അതാണ് ലീഗിന്റെ ശക്തി. അതായത് 2026 കേരളത്തിലെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖല
മേഖലകളിൽ BJP നടത്തുക ഒരു കുതിച്ചുചാട്ടമായിരിക്കുമെന്ന് സാരം. ക്രൈസ്തവരുടെ വോട്ടുകൾ കിട്ടാതെ ഒരു മുന്നണിക്കും കേരളത്തിൽ അധികാരത്തിലെത്താൻ കഴിയുകയില്ല. ഇവിടെയാണ് BJP നടത്തുന്ന കുതിച്ചുചാട്ടത്തിന്റെ പ്രസക്തി. പള്ളി മണിയടിച്ച് വിശ്വാസികളോട് BJPക്ക് വോട്ട് ചെയ്യാൻ മെത്രാൻമാർ ആവശ്യപ്പെട്ടാൽ അത് സംഭവിക്കും. മലയോര മേഖലയിൽ നിർധനനായ ഒരു സ്ത്രീയെ കടുവ വയറ്റത്താക്കിയപ്പോൾ കോഴിക്കോട്ടെ പൊതുയോഗത്തിൽ സിനിമാ പാട്ട് പാടാൻ പോയ വനം മന്ത്രി AK ശശീന്ദ്രനും പണികിട്ടി. കേരളത്തിലെ ക്രൈസ്തവരുടെ മനസ്സ് BJPയിലേക്ക് ചായാൻ ഇതിലും വലിയ അവസരങ്ങളില്ല. കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ ഇതിനാവശ്യമായ എണ്ണ എരുതിയിൽ ഒഴിക്കുന്നുമുണ്ട്. ക്രൈസ്തവർക്കൊപ്പം നിൽക്കുന്ന ഏകകക്ഷിയായി BJP മാറിയിരിക്കുന്നു. 2025 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ തന്നെ ഇതിന്റെ അനുരണങ്ങൾ കാണാനും സാധിക്കും.